ഇപ്പോൾ അഴിമതി വിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രി തത്സമയ സംപ്രേഷണം. ഈ രണ്ടിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഇത് അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനായി ഉപകരിക്കുന്ന ഒന്നാണ്. എന്നാൽ വിസിൽ ബ്ലോവർ അവാർഡ് അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനായി പ്രയത്നിച്ച വ്യക്തികൾക്ക് സംസ്ഥാനതല അവാർഡ് ഏർപ്പെടുത്തുകയാണ്. ഇത് അഴിമതിക്കെതിരായി നാം നടത്തുന്ന അതിശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി വേണം കാണാൻ. അഴിമതി വിമുക്ത കേരളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനാണ് സർക്കാർ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും പൊതുജന പങ്കാളിത്തത്തോടെ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. പ്രോആക്റ്റീവ് പോളിസി ഓഫ് സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്ന ആശയത്തിലധിഷ്ഠിതമായി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ഒട്ടേറെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇതിനകം തന്നെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അഴിമതി നടന്നതിന് ശേഷം അന്വേഷിക്കുക എന്ന പാരമ്പര്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതിക്ക് അവസരം നൽകാതെ ഈ അഴിമതിയുടെ ഉറവിടം കണ്ടെത്തി ഉന്മൂലനം ചെയ്യുക എന്ന നൂതന രീതി അവലംബിച്ച് ക്രിയേറ്റീവ് വിജിലൻസ് എന്ന സങ്കല്പമാണ് നാം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി പ്രകാരം വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ ലഭിക്കുന്ന മുഴുവൻ പരാതികളും യൂണിറ്റ് ഓഫീസുകളിൽ 5 ഘട്ടങ്ങളിലായുള്ള പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വിജിലൻസിനോടുള്ള വിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ബഹുജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നവർ നല്ലതുപോലെ ഇതുമായി പൊരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് പരാതികൾ ലഭിച്ചാൽ അന്വേഷിക്കാൻ വിജിലൻസിന് ബാധ്യതയുണ്ട്. ലഭിച്ച പരാതി അന്വേഷിക്കേണ്ടതില്ല എന്നൊരു നിലപാട് വിജിലൻസിനെടുക്കാൻ കഴിയില്ല. അന്വേഷണം ആരംഭിക്കുമ്പോൾ ഉടനെ എന്തോ കിട്ടിപ്പോയി എന്ന മട്ടിലൊരു ഭയങ്കരമായ പ്രചരണ രീതി സ്വീകരിക്കുന്നൊരു നിലയുണ്ട്. അത് അനാവശ്യമായി അന്വേഷണ വിധേയനാകുന്ന വിധേയയാകുന്ന ആളെ ക്രൂശിക്കലാണ്. ഇത് സാധാരണ നിലക്കുള്ളൊരു നടപടിക്രമമാണെന്ന് കാണാൻ നമുക്ക് കഴിയണം. അപ്പോൾ സാധാരണ നിലക്കുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായി വിജിലൻസ് അന്വേഷണം ആരംഭിക്കുന്നു. അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വല്ല തെറ്റുമുണ്ടെങ്കിൽ വിജിലൻസ് കണ്ടെത്തുമല്ലോ. കണ്ടെത്തിയതിന് ശേഷം ഈ പറയുന്ന വലിയ പ്രചരണം കൊടുക്കുന്നത് നമുക്കെല്ലാം മനസ്സിലാക്കാം. പക്ഷേ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ, അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണല്ലോ പലർക്കും താല്പര്യം. അപ്പോൾ അതിൻ്റെ കഥകൾ, ഉപകഥകൾ, പിന്നെ മറ്റ് ചിലത് ചാർത്തിക്കൊടുക്കൽ, ഇതിൻ്റെയൊക്കെ ഭാഗമായി ഒരു തെറ്റായ സന്ദേശം നൽകുന്നതിനിടയാക്കുന്നുണ്ട്. ഇപ്പോൾ
വളരെ പ്രമാദമായി വന്ന ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തെല്ലാം പുകിലായിരുന്നു ഉയർന്നു വന്നത്. അന്വേഷണം നടത്തി ഈ പറയുന്ന തരത്തിൽ ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ടും കൊടുത്തു. അത് ചെറിയ വാർത്തയാകട്ടെ, അതിന് വലിയ പ്രാധാന്യമില്ല. അതപ്പോൾ ചെറിയ വാർത്തയായി, ചെറിയ രീതിയിലായി. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കെല്ലാവർക്കും അഴിമതി ഇല്ലാതാവുകയാണ് വേണ്ടത്. അഴിമതി ഇല്ലാതാകുക എന്ന് പറയുമ്പോൾ പരാതികൾ ഉയർന്നു വന്നാൽ സംശുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അന്വേഷണം നേരിടേണ്ടതായിട്ട് വരും. അത് ആ നിലക്ക് കണ്ടുകൊണ്ട് ഒരു സമീപനം സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഭരണത്തിൻ്റെ സത്ഫലങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും സംതൃപ്തവും അതേസമയം കാര്യക്ഷമവുമായ സിവിൽ സർവീസ് രൂപപ്പെടുത്തുന്നതിനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇതിനുതകുന്ന തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടാകും. ഇത്തരത്തിൽ വിവിധങ്ങളായ രംഗങ്ങളിലെ കാര്യശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് ഇതിനോടകം തന്നെ തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങൾ സർക്കാർ ഓഫീസുകളിൽ എത്തിക്കുന്നത് പൊറുതിമുട്ടുന്ന പ്രശ്നങ്ങളുമായാണ്. അവ പരിഹരിക്കുന്നതിന് പകരം അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നവർ ഒട്ടേറെ പേരുണ്ട്. അഴിമതിക്കും കെടുകാര്യസ്ഥക്കും സ്വജനപക്ഷപാതിത്വത്തിനും അരങ്ങൊരുക്കലാണ് ഇതിൽ പലരും ചെയ്യുന്നത്. ഇത്തരം ഉദ്യോഗസ്ഥരെയും പൊതുപ്രവർത്തകരെയും കണ്ടെത്തുന്നതിനായി ഉള്ളതാണ് കൺകറന്റ് വിജിലൻസ് പ്രോഗ്രാം. ഇത് നല്ല രീതിയിൽ തന്നെ തുടരാൻ നമുക്ക് കഴിയണം. നമുക്ക് പലയിടത്തും പല രീതിയിലുള്ള അനുഭവങ്ങളുള്ളതാണ്. അത് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ വളർന്നു വരാൻ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ശക്തിപ്പെടുത്താനാവും. ഇതോടനുബന്ധിച്ച് ബെനിഫിറ്റ് ട്രാക്കിംഗ് ഓഡിറ്റ്, ഇൻപുട്ട് ട്രാക്കിംഗ് ഓഡിറ്റ് ഇവയെല്ലാം ഉൾപ്പെടുത്തി സോഷ്യൽ ഓഡിറ്റിൻ്റെ തത്വങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലൊരു നടപടിയിലൂടെ മാത്രമേ ബജറ്റിൽ വകയിരുത്തിയ പണം ചോർച്ച കൂടാതെ പ്രയോജനപ്പെടുത്താനോ. ഗുഡ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ സദ്ഭരണത്തിൻ്റെ 10 തത്വങ്ങളനുസരിച്ച് എല്ലാ വകുപ്പുകളിലും സദ്ഭരണം ഉറപ്പാക്കുന്നതിനുള്ള നൂതന മാനേജ്മെൻറ്റ് രീതിയാണ്. അപ്പോൾ അതിന് ഗുഡ് ഗവേണൻസ് ഓഡിറ്റ് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനാവും. പ്രത്യക്ഷത്തിൽ വിജിലൻസിന് എന്ത് കാര്യം എന്ന് തോന്നാവുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ ആ മേഖലകളെപ്പോലും ശുദ്ധീകരിക്കാൻ വിജിലൻസിന് ഏറെ കാര്യങ്ങൾ ചെയ്യാനാവും. അഴിമതി നിവാരണം കൂടി ഉൾപ്പെട്ടതാണ് ഈ വകുപ്പ്. ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഗൗരവമായിട്ട് ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഈ മേഖലയിൽ അഴിമതി വിരുദ്ധതയിലൂന്നിയ വിദ്യാഭ്യാസ മൂല്യങ്ങൾ ഉറപ്പാക്കാനാവണം. അപ്പം അതിന് തലവരിപ്പണം പാടില്ല. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനങ്ങളിൽ കോഴ ഇടപാട് നടക്കുന്നുണ്ട്. കോഴ അധ്യാപക നിയമനങ്ങളിൽ മാത്രമല്ല, വിദ്യാർത്ഥി പ്രവേശനത്തിന് പോലും കോഴ വാങ്ങുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അത് എയ്ഡഡ് സ്ഥാപനങ്ങൾ അടക്കമുണ്ട്. ഇതൊക്കെ പുതുതായിട്ട് വന്ന ഒരു രീതിയാണ്. നേരത്തെ നമ്മുടെ നാട്ടിലുണ്ടായൊരു നിലയല്ലത്. ഇപ്പോഴാണ്, കുറച്ച് കാലമായിട്ടാണ് ഇതൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. അത് പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടതാണ് എജുവിജിൽ എന്ന പദ്ധതി.
അപ്പം അതിന് തുടക്കമാകുന്നേ ഉള്ളൂ. ഇനിയും വേറെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വിവിധ മേഖലയിൽ വിജിലൻസിന് ഇടപെടാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട മേഖല എല്ലാ അതിരും വിട്ട് പ്രവർത്തിക്കുന്നൊരു നില വരുമ്പോൾ സ്വാഭാവികമായും ഇടപെടാൻ കഴിയണം. അതുപോലെ തന്നെ പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, അതൊരു പ്രധാന പ്രശ്നമാണ്. മരുന്നിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ? മരുന്നിന് ശരിയായ ചേരുവകളെല്ലാം ചേർത്തുള്ള മരുന്ന് തന്നെയാണോ? ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതൊരു ഭാഗം. എന്നാൽ അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ പരമ്പരാഗത മേഖലയെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ എങ്ങനെയാവാൻ പറ്റും? അപ്പം ഇത്തരം കാര്യങ്ങളിൽ വിജിലൻസിനൊരു പങ്ക് വഹിക്കാൻ കഴിയും. എല്ലാം വിജിലൻസിന് നേരെയാക്കാൻ കഴിയുന്നതല്ല, എങ്കിലും നല്ല രീതിയിൽ അതിൽ ഇടപെടാൻ വിജിലൻസിന് കഴിയും. നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കുന്ന ഇത്തരത്തിലുള്ള പദ്ധതികൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് ഇടവരുത്തും എന്ന് തന്നെയാണ് തോന്നുന്നത്. ചില അവകാശം പോലെ ഈ അഴിമതി കാണിക്കാൻ ഒരുങ്ങുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പുതിയ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ഒരു അനുഭവം പറഞ്ഞാൽ വളരെ ചെറിയൊരു അനുഭവമാണ്. ഒരു ചെറിയ സാധനം വാങ്ങേണ്ടതുണ്ടായിരുന്നു. വാങ്ങേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അത് കൊടുത്തു. ഒരു ഏജൻസി അതിന് റേറ്റ് ഇട്ട് കൊടുത്തു. എൻ്റെ ഒരു കൊട്ടേഷൻ കൊടുക്കും. ആദ്യം കൊട്ടേഷൻ എവിടെയില്ലാത്ത പൈസയാണ്. ഇത് വാങ്ങുന്ന സാധനത്തിൻ്റെ പൈസ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊരു ആശ്ചര്യമായിട്ട് തോന്നി. ഞാനത് ഇവർക്ക് കൊടുത്തു, വിജിലൻസുകാർക്ക് കൊടുത്തു. വിജിലൻസ് ഡയറക്ടറോട് തന്നെ കൊടുക്കാൻ പറഞ്ഞു. എന്താ അദ്ദേഹം ചെയ്തത് ഞാൻ പറ്റി ചോദിച്ചിട്ടില്ല. ഇത് അന്വേഷിക്കാൻ പറഞ്ഞു. ചെറിയ കാര്യമാണ്, 2000 3000 ഒക്കെ പ്രശ്നമായിരിക്കും. പക്ഷേ ഒരു പ്രവണതയാണല്ലോ അത് കാണിക്കുന്നത്. ഒരു ചെറിയ സാധനം വാങ്ങുമ്പോൾ തന്നെ അതിനകത്ത് മാർക്കറ്റിലുള്ളതിനേക്കാളും കൂടുതൽ വില ഈടാക്കാൻ അത് പല വിധത്തിൽ വീതിച്ചു പോകുന്നതിനാണ്. അങ്ങനെയൊരു നില നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നമ്മളിപ്പോൾ പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിന് വലിയ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇക്കാര്യത്തിൽ ഇത് തകർക്കുന്നതിനുള്ള നീക്കങ്ങളുണ്ട്. അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ സാധിക്കുക? അതും നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ അനുസരിച്ചിട്ട് വിവിധ വകുപ്പുകളിൽ അഴിമതി ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? ഓരോ പദ്ധതി നടത്തിപ്പ്, അതുപോലെ ഓരോ കാര്യത്തിലും സർക്കാർ നൽകുന്ന സേവനം, ഇതിലെല്ലാം വലിയ നഷ്ടമുണ്ടാവുകയാണ്. ആ നഷ്ടം ഉണ്ടാകാതിരിക്കുന്നതിനാണ് സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്ന നയം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ നയം ജൂൺ 24 തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അഴിമതി വിരുദ്ധ ബോധവൽക്കരണം വളരെ ശക്തമായി നടക്കേണ്ടതായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ, പത്രദൃശ്യ മാധ്യമങ്ങൾ ഇവയിലൂടെയൊക്കെ ഇതിൻ്റെ സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കാനാവണം. ഇങ്ങനെ പൊതുജന പങ്കാളിത്തത്തോടെ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനാവണം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് വിജിലൻസ് ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ തയ്യാറാക്കുകയും എറൈസിംഗ് കേരളയും വിസിൽ നൗ എല്ലാം ഇവിടെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ആപ്ലിക്കേഷനുകളിലൂടെ ചെയ്യാൻ കഴിയുന്നത് എന്താ? പൊതുജനങ്ങൾക്ക് അഴിമതി സംബന്ധമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ, ഓഡിയോ, ഫോട്ടോകൾ ഇതെല്ലാം
അപ്ലോഡ് ചെയ്യുവാൻ കഴിയും. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ വഴി ഷെയർ ചെയ്യുവാനുള്ള സൗകര്യവും അതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ഇതൊരു വലിയ മുന്നേറ്റം കുറിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന അഴിമതി വിരുദ്ധമായ പോസ്റ്റുകളിൽ പൊതുജനങ്ങൾക്ക് പരിഹാര മാർഗങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകുവാൻ കൂടിയുള്ള സൗകര്യം ഈ മൊബൈൽ ആപ്പ് നൽകുന്നുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ ഒരു പുതിയ നില, 1 കോടിയിലധികം രൂപയ്ക്ക് മേലുള്ള അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരികയും അത്തരം അഴിമതി നടത്തിയവർക്കെതിരെ ഫലപ്രദമായ നിയമ നടപടി എടുക്കാൻ എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ വർഷവും ഈ തീയതി ഡിസംബർ 9 സംസ്ഥാനതല വിസിൽ ബ്ലോവർ അവാർഡ് നൽകുന്നതാണ്. ഇത് ഇനി അങ്ങോട്ട് എല്ലാ വർഷവും നൽകും എന്നറിയിക്കാൻ അങ്ങേയറ്റം സന്തോഷം എനിക്കുണ്ട്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആണ് ഈ അവാർഡ് നൽകുക. അവരാണ് ഈ അവാർഡ് ഏർപ്പെടുത്തുക. വലിയ അഴിമതികൾ മൂടിവെക്കപ്പെടാൻ ഇടയുള്ളതുകൊണ്ടും അത്തരം അഴിമതിക്കാർ കൂടുതൽ ശക്തരാകാൻ ഇടയുള്ളതുകൊണ്ടും പലവിധ വെല്ലുവിളികൾ സധൈര്യം നേരിട്ട് വേണം ഇത്തരത്തിലുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ. അങ്ങനെ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടതാണ് വിസിൽ ബ്ലോവർ അവാർഡ്. അഴിമതിയില്ലാത്ത ഭരണനിർവഹണത്തിലൂടെ മാത്രമേ നമ്മുടെ നാട്ടിൽ സുസ്ഥിര വികസനം നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. സ്കൂൾ കോളേജ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന NSS പോലുള്ള സംഘടനകൾ, വിവിധ NGOകൾ, ഗ്രന്ഥശാലകൾ ഇവയെല്ലാം ഉൾപ്പെടുത്തി അഴിമതിരഹിത കേരളത്തിനായുള്ള ബോധവൽക്കരണ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അഴിമതിക്കെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ജില്ലാതല വിജിലൻസ് കമ്മിറ്റികൾക്ക് നല്ല പങ്കുവഹിക്കാനാവും. ഈ സംവിധാനം ശക്തിപ്പെടുത്താൻ കഴിവുറ്റ ഒരു കൂട്ടം യുവാക്കളായ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സംസ്ഥാനത്തൊട്ടാകെ വിജിലൻസ് യൂണിറ്റുകളിൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് വിങ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി റിസർച്ച് ആൻഡ് ട്രെയിനിങ് വിങ് സർക്കാർ സർവീസിൽ നിയമനം ലഭിക്കുന്ന എല്ലാവർക്കും 5 ദിവസത്തെ ഇൻഡക്ഷൻ ട്രെയിനിങ് നൽകുന്നതിനുള്ള ട്രെയിനിങ് മാനുവൽ തയ്യാറാക്കി വരികയാണ്. 2017 ഫെബ്രുവരിയോടെ ഈ സംവിധാനം നിലവിൽ വരും. ഇപ്പോൾ ഉള്ള ഒരു നില PSC റിക്രൂട്ട് ചെയ്താൽ നേരെ വന്ന് ജോലി ആരംഭിക്കാമെന്നുള്ളതാണ്. 2017 ഫെബ്രുവരിയോടെ നിലവിൽ വന്നാൽ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് നിയമന ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ സദ്ഭരണ ഇൻഡക്ഷൻ ട്രെയിനിങ് കഴിഞ്ഞ ശേഷമേ ഉദ്യോഗസ്ഥർ ജോലി ചെയ്തു തുടങ്ങുകയുള്ളൂ. അപ്പോൾ അവർക്ക് കയറുന്നതിന് മുൻപുള്ള ഒരു പരിശീലനം അത് നൽകുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സർവീസിൽ തന്നെ ഗുണാത്മകമായ മാറ്റം വരുത്തും. വിജിലൻസിൽ ആദ്യമായി 2 മാസം മുൻപ് വനിതാ പോലീസിൻ്റെ സാന്നിധ്യം വന്നിട്ടുണ്ട്. ഇനി ഓരോ യൂണിറ്റിലും വനിതാ പോലീസുകാരുടെ എണ്ണവും വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സീറോ ടോളറൻസ് ടു കറപ്ഷൻ, അതായത് അഴിമതി സഹിച്ചു കൊടുക്കില്ല എന്ന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ പരമ്പരാഗത ശൈലിയിൽ നിന്ന് വ്യതിചലിച്ച് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. സാധാരണ പൗരന് അർഹതപ്പെട്ടത്, ഒരു പൗരന് അവകാശപ്പെട്ടത്, അത്തരം കാര്യങ്ങൾ നേടിക്കൊടുത്ത് ഒരു വശത്ത് സർക്കാരിൻ്റെ സദ്ഭരണ നയം, മറുവശത്ത് ജനങ്ങളുടെ ക്ഷേമ ജീവിതം ഉറപ്പാക്കുക എന്നത്
വിജിലൻസ് ഒരു ദൗത്യമായി ഏറ്റെടുക്കണം. ഓരോ സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പിലും സ്ഥാപനത്തിലും എല്ലാ തരത്തിലുള്ള അഴിമതിയും തടയാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഈ ലക്ഷ്യത്തോടെ ധീരമായി പബ്ലിക് ഡ്യൂട്ടിയിൽ ഏർപ്പെടണം. അഴിമതിക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നവർ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. അതിനെതിരെ എന്ത് നീക്കം വന്നാലും നിങ്ങളുടെ കൂടെ സർക്കാരുണ്ടാകും. അങ്ങനെ പൊതു നന്മക്കായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാനാവണം. ഈ വഴിക്ക് ശ്രമിച്ചാൽ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അഴിമതിരഹിത സുസ്ഥിര വികസനം, ഇത്തരമൊരു മഹത്തായ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് കഴിയണം. അതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി വിജിലൻസ് വകുപ്പ് മാറേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്താൽ അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തിൽ കേരളത്തിൻ്റെ പ്രസക്തി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ ഇടയാകും. ഈ രംഗത്ത് വലിയൊരു മാതൃകയായി ഉയരുകയും ചെയ്യും. ഈ പരിപാടിയുടെ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനത്തെ സ്നേഹാഭിവാദനം.